ഹലോ ഗൈസ്, എന്തൊക്കെയാണ്? കെലയാണ്, ബോംബ് കെല. ഇന്നത്തെ വീഡിയോയിൽ എന്താ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കോൾഗേറ്റിനെ കൊണ്ട് പല്ല് മാത്രമല്ല തേക്കാൻ പറ്റും, നമുക്ക് പലതും തേക്കാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഫോൺ വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഫോണിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെ ക്ലീൻ ആക്കേണ്ടത് ചെയ്യാം. കോൾഗേറ്റ് കുറേ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ, ഞാൻ ഒന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ കോൾഗേറ്റിൻ്റെ ഫ്രീ പ്രൊമോഷൻ കൊടുക്കുകയാണ്. അന്ന് കോൾഗേറ്റ് എന്നെ എന്തെങ്കിലും ചെയ്യൂ, എനിക്ക് വേണ്ടി എന്തെങ്കിലും തരൂ. കോൾഗേറ്റ് നമ്മൾ ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കോൾഗേറ്റിനെ കൊണ്ട് എന്തൊക്കെ ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. തുടങ്ങാം, ബോംബാക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോണിൽ തന്നെ തുടങ്ങാം. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് കോൾഗേറ്റിനെ വെച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഫോൺ ആയിരിക്കും. ഇത് വിവോൻ്റെ ഫോണാണ്. ഇതിൻ്റെ വിവോ V5+. ഇതുണ്ടോ, ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇത് ക്ലീൻ ആവും. കോൾഗേറ്റിൻ്റെ ഹാക്ക് വെച്ചിട്ട് കോൾഗേറ്റിൻ്റെ ക്ലീൻ ആവും. കോൾഗേറ്റിൻ്റെ ചെറിയ പേസ്റ്റ് ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഫോൺ ക്ലീൻ ആവും നോക്കാം. ഫോണിൻ്റെ ബാക്ക് നോക്ക്. ഈ കോൾഗേറ്റ് വെച്ചിട്ട് ഫസ്റ്റ് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് തേച്ച് ക്ലീൻ ആക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോൾഗേറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ ഇത് ഫോണുണ്ടോ, ഫോണിൻ്റെ ബാക്കിൽ ഞാൻ തേച്ച് വെക്കുകയാണ്. അത് തേച്ച് കൊടുക്കുകയാണ്. ഇതോ നോക്ക് ഗൈസ്, നോക്കുക. വെയിറ്റ് പൊക്കി പിടി. ആ ഉണ്ടോ ഗൈസ്, ഇതാ തേച്ചോ. ഇവിടെ പിടിച്ച് തേച്ചോ. ഗൈസ്, അത് ഓൻ്റെ ഫോണാണ്. എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് ഇത് ഇപ്പോൾ കറൻ്റിൽ യൂസ് ചെയ്യുന്ന ഫോണാണ്. പക്കയായിട്ട് വേറെ അവൻ്റെ ഫ്രീ ഫയർ ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും എല്ലാം ക്ലാസ് ആണെങ്കിലും അതുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. ക്യാമറേനെ മുകളിൽ ക്യാമറ സൈഡിലേക്കൊന്നും തേക്കില്ലേ, സ്വിച്ചിൻ്റെ ബാക്കിൽ മാത്രം തേച്ചാൽ മതി. ഗൈസ്, നമ്മൾ ഒരിക്കലും എൻ്റെ ഒരു ഇതനുസരിച്ച് സ്വിച്ചിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്തും തേക്കാതിരിക്കുന്ന നല്ലത്. കാരണം ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വിച്ചിൻ്റെ അടിയിലേക്കും പോകാൻ, അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പേസ്റ്റാണ്, ഉള്ളിൽ കിടക്കത്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴുകാനും പറ്റത്തില്ല, കാരണം നമ്മൾ ഐഫോൺ അല്ലല്ലോ, ആൻഡ്രോയിഡ് അല്ലേ. ആൻഡ്രോയിഡിലും കഴുകുന്ന ഫോണുണ്ടല്ല, വെള്ളത്തിലിടാൻ പറ്റുന്ന ഫോണുണ്ട്. പക്ഷേ ഇത് അതുപോലെയല്ല. ഐസ് ഇതുണ്ടോ, കയ്യതാ കഴിച്ച്. ഞാനെന്താ തേക്കാത്ത വെച്ചാൽ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഫോൺ പഠിക്കണം, അതുകൊണ്ടാണ് തേക്കാത്തത്. കഴിച്ച് ഇപ്പം ഇത് ഇതാക്കിയിട്ടുണ്ട്. കഴിച്ച് ഇനി ഈ തേച്ച ഫോൺ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മളൊന്നും ചെയ്യാതെ വെക്കണം. കാരണം എന്നാലേ ഒരു എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മൾ ബിഫോർ ആഫ്റ്റർ ഇത് പിക്ചർ കൊടുക്കുക. അപ്പം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് അവിടെ കിടക്കട്ടെ. 5 മിനിറ്റ്. സോ ഗൈസ്, അപ്പം ഈ 5 മിനിറ്റ് നേരം വെച്ചതിൽ 5 മിനിറ്റ് ഒന്നും വെച്ചില്ല, ഒരു 3-3.5 മിനിറ്റ് വെച്ചില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു ട്രൈ ആണ്. കാരണം ഇത് ഹാക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയില്ല. നമ്മൾ ഇത് ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ അങ്ങനെ കോൾഗേറ്റ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഗൈസ്, നോക്ക് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. അത് എടുത്ത് തുടച്ചോ ഗൈസ്, എടുത്ത് തുടയ്ക്കും. ഗൈസ്, അത് പോയായിരിക്കും. കട്ട പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആക്കുന്നേക്കാളും കൂടുതൽ ടർക്കി, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൂടുതൽ ആക്കുന്നേക്കാളും നല്ല ടർക്കിയോ അല്ലെങ്കിൽ തോട്ടോ വെച്ചാക്കുന്നതാണ്. ഇപ്പം ജസ്റ്റ് ഒരു എന്താ പറയുക, എൻ്റെ പേരെന്താ, ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുടച്ച് നോക്കുകയാണ്. വെള്ളം വേണ്ട, ഇത് വിട് ഞാൻ മേടിച്ചത്. അങ്ങോട്ട് ഒരു തുള്ളി വെള്ളം അടിച്ചു നോക്കിയാലോ.
എനിക്ക് നാക്കുണ്ട് തിന്ന് പോകാത്ത നല്ല വൃത്തിയായിട്ടുണ്ട് ഗൈസ്. നല്ല വൃത്തിയായില്ലേ ഫോൺ കിട്ടിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ക്യാമറ ഒക്കെ നേരത്തെ പോലെ വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഗുണം ഉണ്ടായോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് അത്ര മനസ്സിലാവില്ല. വലിയ പ്രശ്നമില്ലാണ്ട് എന്താ ക്യാമറേൻ്റെ മുകളിലൊക്കെ തേച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്യാമറേൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തുടച്ചൊക്കെ പോയിട്ടുണ്ട്. വല്ല സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോകില്ല കേട്ടോ. കാരണം ഇതിപ്പോൾ ഉള്ളത് കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് അവർ തരും. അല്ല, അവരെല്ലാം നമ്മൾ തന്നെ തരും. കാരണം പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ സെറ്റ് ചെയ്യാൻ വെക്കണം പറയുമ്പോൾ സെറ്റ് ചെയ്യാൻ ഒരു മാക്സിമം നിങ്ങൾ കണ്ടിട്ടൊരു 3 മിനിറ്റാണ് മിനിമം വെക്കേണ്ടത്. കാരണം 3 മിനിറ്റെങ്കിലും വെക്കുക കേട്ടോ. അല്ലാണ്ട് ഇത് നല്ല രീതിയിൽ വൃത്തിയാണെന്ന് വിചാരിച്ചിട്ട് കുറേ രാവിലെ വെച്ചിട്ട് രാത്രി എടുക്കുക, രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ സെറ്റായി പോയി, പിന്നെ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു 3.5 മിനിറ്റാണ് 3.5 മിനിറ്റ് വെച്ചതിന് ശേഷം വലിയ കുഴപ്പമില്ല തോന്നുന്നു. ബിഫോർ ആഫ്റ്റർ പിക്ചർ നോക്കുമ്പോഴാണ് പിക്ചർ എടുത്തില്ലല്ലോ. സോറി ഗൈസ്. അപ്പോൾ ബിഫോർ ആഫ്റ്റർ പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബിഫോറിലുള്ള പിക്ചർ എടുക്കാൻ മറന്നു. ഫസ്റ്റ് ആക്ക് കുഴപ്പമില്ല, മണമൊന്നുമില്ല. മണത്തൊക്കെ മൂക്കിലൊക്കെ ഇതാ നമ്മൾ മണത്തോക്ക് കോൾഗേറ്റിൻ്റെ മണമല്ലല്ലോ, ഇരുമ്പിൻ്റെ മണം. കോൾഗേറ്റ് ഇവിടെ ഗൈസ്, ഇത് കോൾഗേറ്റിൻ്റെ മണം. സത്യം പറയട്ടെ, ഇത് ഇത്രയൊക്കെ കോൾഗേറ്റ് തേച്ചിട്ട് കോൾഗേറ്റിൻ്റെ മണം അങ്ങോട്ട് എടുത്ത് അറിയിക്കുന്നില്ല. അങ്ങനെ വലുതായിട്ട് കോൾഗേറ്റ് കറക്റ്റ് കോൾഗേറ്റിൻ്റെ പക്ക കോൾഗേറ്റിൻ്റെ മണമുണ്ട്. നേരത്തെ അടിച്ച മണമുണ്ട് കുറച്ച്. എനിക്കത്ര കോൾഗേറ്റിൻ്റെ മണം തോന്നുന്നില്ല. ഫസ്റ്റ് ഹാക്ക് ഓക്കെ ആണ്. ഇനി സെക്കൻഡ് ഹാക്ക് നമ്പർ 2. ഗൈസ്, അപ്പോൾ അടുത്തതാണ്. ഇത് കണ്ടോ, ഇത് നിങ്ങൾ സോറി ഈ സാധനം, ഈ കവർ നിങ്ങളെല്ലാവർക്കും ഒരുവിധം ഇപ്പോൾ എല്ലാ ഫോണിനും കിട്ടുന്നുണ്ട് ഈ കവർ. ഇപ്പം വേറെ കവർ ബ്ലാക്ക് തിക്ക് കവർ കൊടുക്കേണ്ട അറിയില്ല. എന്തായാലും എല്ലാ ഫോണിൻ്റെ കൂടെ ഈ ട്രാൻസ്പാരൻ്റ് കവർ എന്തായാലും കിട്ടും. ഈ കവറിൻ്റെ കളർ ഉണ്ടല്ലേ, എല്ലാവരും ഫോണിനും നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കാരണം സ്റ്റോക്ക് കവർ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു വർഷത്തിനുള്ളിൽ ഈ കളർ ഇങ്ങനെ മാറി വരുന്നതാണ്. അത് ഇനി ഒരിക്കലും മാറ്റിയിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ യെല്ലാവുന്നത്. കാരണം ട്രാൻസ്പാരൻ്റ് ഇത് പറയുമ്പോൾ അറിയാലോ, നല്ല വെള്ളമല്ല, നല്ല ട്രാൻസ്പാരൻ്റ് ആയ സാധനമായിരിക്കും. ഇത് കണ്ടോ, ചെറിയൊരു യെല്ലോ ഇതായിട്ടുണ്ട്. അപ്പം ഇതാണ് ഇനി അടുത്ത ഹാക്കിൽ ഒന്ന് പേസ്റ്റ് തേച്ച് നോക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ഇത് ഇനി തേച്ചിട്ട് കാണിച്ചു തരാം. ഗൈസ്, ചെറിയൊരു ഇരുട്ടായിട്ടുണ്ട്, അതൊന്ന് ക്ഷമിക്കുക ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അത് തന്നെ ആക്കുകയാണെങ്കിൽ പേസ്റ്റിൻ്റെ മുകളിൽ എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊക്കെ ഇതായിട്ടുണ്ട്. എന്നാൽ സാരില്ല, ഇപ്പോൾ കവറിൻ്റെ മുകളിലും അത് തന്നെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അതാ തേച്ചോ ഇതിൽ പ്രൊഫഷണലാണ്. കുറച്ച് കൂടുതൽ കിട്ടുമോ? സോറി, അതാരില്ല. അത് എടാ കംപ്ലീറ്റ് 2 സൈഡും തേക്കണം. ഇത് ഫുള്ളായിട്ട് തേക്കാനുള്ളതാ. 2 സൈഡിലും കൂടി ഇത്രയോ? 2 സൈഡിലും തേക്കണം. ആ 2 സൈഡും തേച്ചോ. തേച്ചുണ്ടോ? തേച്ചോ എന്നാൽ ഒരു കാര്യം ഗൈസ്, ബാക്കി ഞാൻ ഈ സൈഡ് തേക്കുന്നുണ്ട്. ഈ വീട് ഇറങ്ങിയതിന് ശേഷം അമ്മ തല്ലിക്കൊല്ലാന്ന് മതി. ഇത്രയും വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാരമില്ല, നമ്മളെ ഹാക്കിങ്ങിന് വേണ്ടിയിട്ടാണ്.
ടിഷ്യൂ വരട്ടെ ടിഷ്യൂ. കൊണ്ടത് അത്യാവശ്യത്തിന് ഇരുട്ട ഏതാണ്ടാണ് ഇപ്പം തുടയ്ക്കുന്നത് മാത്രമല്ല ഇതിന് റിസൾട്ട് നാളെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ബാക്കി നാളെ കാണിച്ചു തരാം. ഇരുട്ടായി പോയി അതുകൊണ്ടാണ്. ഗൈസ് അപ്പം ഇന്നലെ ഞങ്ങൾ ഇന്നലെ കാണിച്ചത് ഇതുണ്ടോ ഈ നിങ്ങൾക്ക് കാണാൻ പറ്റാറില്ല. ഈ ഒരു ഒന്നാമത്തെ ഈ ക്യാമറയിൽ എൻ്റെ ഫേസും ആകെ കളറ് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യുന്നില്ല. ഇതുണ്ടോ ഈ മഞ്ഞ കളർ കാണാറില്ല. കാരണം ഇത് ഇന്നലെ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്ത് വെച്ചു. പക്ഷേ അവസാനത്തേക്ക് രാത്രി പോയതുകൊണ്ട് തീരെ വെട്ടമില്ലാത്തതിനോണ്ട് വീഡിയോ ആഫ്റ്റർ അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആഫ്റ്ററും ബിഫോറൊന്നും കാണിക്കാനില്ല. ഇവിടെ ഇതിനകത്ത് പേസ്റ്റ് തേച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെയാണ്. ഞാൻ വെച്ച് പേസ്റ്റൊക്കെ തേച്ച് വെറുതെ ഒരു കാര്യമില്ലാട്ടെ. കോൾഗേറ്റിൻ്റെ ആദ്യം മറ്റേ ഫോണിൻ്റെ കുറച്ച് മാറിയെന്നാണ് തോന്നുന്നത്. വ്യത്യാസം അധികം മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ കവറിനകത്ത് തേച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അടുത്ത വേറൊരു സാധനത്തിൽ തേക്കാൻ നിൽക്കുന്നുണ്ട്. അതിൽ സക്സസ് ആവും അറിയില്ല. അപ്പം അതിൻ്റെ ഒരു വീഡിയോ വരുന്നതാണ്, ഈ അടുത്ത് തന്നെ വരും. അപ്പോൾ ഫസ്റ്റ് കവറിൻ്റെ വെറുതെ വേസ്റ്റാണ്, ഒരു കാര്യമില്ല. ട്രാൻസ്പാരന്റ് കവറാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ കളറായ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞങ്ങൾ പുതിയത് മേടിക്കേണ്ടി വരും. പുതിയതാണ് മാക്സിമം യൂസ് ചെയ്തിട്ട്. കാരണം ഇപ്പോൾ എല്ലാവരും ഈ യൂസ് കിട്ടും. ഒരുവിധം ഫോണിൻ്റെ കൂടെ ഫസ്റ്റ് സ്റ്റോക്ക് കവറായിട്ട് മുട്ട കവറായിട്ട് ഇത് കിട്ടും ഈ സ്റ്റോക്ക്. അപ്പോൾ ഇത് അത്യാവശ്യം എൻ്റെ പണ്ടത്തെ ഒരു ഫോണുണ്ടായിരുന്നു. ഇതേപോലെ നല്ല രീതിയിൽ യെല്ലോ കളറില്ല, യെല്ലോയിഷ് കളറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നെങ്കിൽ വേറെ മേടിക്കുക, അല്ലെങ്കിൽ തന്നെ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് കഴിഞ്ഞില്ല. ഒരുവിധ ആൾക്കാരൊക്കെ വേറെ പുതിയ മേടിക്കുക. കാരണം ഞാനിപ്പോൾ ഇത് കവർ മാറ്റിയിട്ട് വേറെ എടുക്കാൻ നിൽക്കുക. ഇതിൻ്റെ ഒരു ഡാർക്ക് സൈഡിൽ വേറെ കളറുള്ള അതാണ് കുറച്ചുകൂടി ഭംഗിയുള്ള. സോ യെസ്, അപ്പം എനിക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ലല്ലോ. അപ്പം കോൾഗേറ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? കോൾഗേറ്റ് പല്ലൊക്കെ അടിപൊളിയാണ്. പല്ലിന് മാത്രമല്ല പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. കക്കൂസിലൊക്കെ ഇട്ട് തേച്ചടയ്ക്കാം. കക്കൂസൊക്കെ നല്ല വൃത്തിയായി കൂടും. കക്കൂസിലൊക്കെ ഇട്ടൊന്നും തേച്ച് വെക്കണം. ഒരു പ്രാവശ്യം കക്കൂസിലിട്ടിട്ട് തേച്ച് വെക്കുന്ന ഒരു വീഡിയോ ചെയ്യാം. അത് ഇട്ട് തേച്ചാൽ മതി, കൈ കൊണ്ട് തന്നെ. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ താഴ്ത്തിക്കുന്ന സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട്. വേറൊരു ഐ ഡിയും കൊടുത്തില്ല, ഒരൊറ്റ ഐ ഡി മാത്രമുള്ളൂ. കയറി ഫോളോ ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ് വന്നിട്ടുണ്ട്. എന്നാലും വെറൈറ്റി കണ്ടന്റൊക്കെ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. ചിലതൊക്കെ പല കാര്യങ്ങൾ കാരണം ഒഴിവായി. ഒന്നെങ്കിൽ ക്യാമറയ്ക്ക് പ്രശ്നമുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാധനത്തെ എന്തെങ്കിലും കാരണത്താൽ ഇങ്ങനെ കണ്ടന്റ് ഇങ്ങനെ നീണ്ടു പോവാണ്. എത്രയും പെട്ടെന്ന് അടുത്തൊരു അടിപൊളി കണ്ടന്റായിട്ട് വരും, ഉറപ്പാണ്. റെഗുലർ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ക്ലാസ് കാരണം റെഗുലർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇനി മുതൽ വരുന്ന വീഡിയോയിൽ ഇവൻ ഉണ്ടാവില്ല. ഇനി വരുന്ന വീഡിയോസിൽ ഇവൻ ഉണ്ടാവില്ല. കാരണം ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പം ഇവിടെ വേറെ സ്ഥലത്തുള്ളത്. അപ്പം എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവൻ ഉണ്ടാവില്ല. ഇനിയുള്ള വീഡിയോസ് ചിലപ്പോൾ ഉണ്ടാവില്ല. വേറൊരു കസിനായിരിക്കും. ഞങ്ങൾ അവൻ്റെ കൂടെയാണ്. ഞങ്ങൾ 3 പേരും കൂടി ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അവൻ്റെ വീട്ടിലായതുകൊണ്ട് ഇപ്പം അവനില്ല. അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ.